ഇന്നൊരു വെറൈറ്റി സ്നാക്സ് ആയാലോ. ബാക്കി വന്ന കുറച്ച് ബ്രെഡ് ഉണ്ട്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൊതിർത്തി കൊടുക്കണം. കൈ കൊണ്ട് ഇങ്ങനെ പൊതിർത്തിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ വെള്ളം പിഴിഞ്ഞെടുക്കണം. എല്ലാം അതേപോലെ തന്നെ ചെയ്തെടുക്കണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉള്ളി ചെറിയ പീസാക്കിയത്, 2-3 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 2 പീസ് ചിക്കൻ ഫ്രൈ ആക്കിയത് ചെറിയ ചെറിയ പീസാക്കിയത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി എടുക്കണം. ഇത്രയും മതി. ഞാനൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആൾക്കനുസരിച്ചിട്ട് മുട്ട എടുത്താൽ മതി. അതിൽ നിന്ന് മുട്ടയുടെ മഞ്ഞക്കരുവില്ലേ, അത് പൊട്ടാതെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണം. മുട്ടയുടെ വെള്ളമില്ലേ, ആദ്യം ആക്കി വെച്ച മസാലയില്ലേ, അതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കണം. തവ ചൂടായാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഈ മാവ് കോരി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ കയ്യിൽ 2 കയ്യിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എത്ര നിങ്ങൾക്ക് തവയിൽ പിടിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സ്നാക്സ് ഉണ്ടാക്കാം. നടുക്കൊരു കുഴിയാക്കി കൊടുക്കണം. മഞ്ഞക്കുരു അതിലേക്ക് ഇടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ആകും. ഇതുപോലെ നടുക്ക് വെച്ച് കൊടുക്കണം മഞ്ഞക്കുരു. രണ്ടിലും അതുപോലെ തന്നെ ചെയ്തെടുക്കണം. കുറച്ച് കുരുമുളക്, കുറച്ച് ചുവന്ന മുളക് ക്രഷാക്കിയത്, കുറച്ച് മല്ലിയില, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് ഗീയും എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ ഗീയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. മഞ്ഞക്കൊരു കളർ ചേഞ്ചായി വരുമ്പം വേണം ഇതുപോലെ മറിച്ചിടാൻ വേണ്ടിയിട്ട്. അതും 1-2 മിനിറ്റ് വെച്ച് കൊടുക്കണം മൂടി വെച്ചിട്ട്. അതേപോലെ തന്നെ ഗീയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നോമ്പ് മുറിക്കുന്ന ടൈമിന് തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല. നേരത്തെ കാലത്ത് ഉണ്ടാക്കി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. താങ്ക് യു. അസ്സലാമു അലൈക്കും.